ഹായ് ഗൈസ്, ഞാനിവിടെ ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ആണി അടിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇതാണ്. അപ്പം ഇന്ന് എനിക്ക് ഹെൽപ്പിനായിട്ട് ഒരാശാരി ഉണ്ട്. എപ്പോഴും ഉണ്ടാവുന്ന ആശാരി അല്ല കേട്ടോ, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ആശാരി. ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ആശാരിയാണ്. അപ്പം നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ബാക്ക് ബോർഡൊക്കെ ആശാരിയ ഫിറ്റ് ചെയ്ത് തരാം. അതേ ആശാരി. പക്ഷേ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇതുകൊണ്ട് പാത്രത്തിൽ ആണി കൊടുക്കും. ആശാരി ബോർഡ് അടിക്കണം എന്നുള്ളതല്ല ഫോക്കസ് ചെയ്യുക, ആണി എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇപ്പം 2 ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്യാനുള്ളത്. ഒന്ന് ഇന്നലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് ഇന്നലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് കൊണ്ടു കൊടുക്കണം. ബോർഡ് അടല്ലേ മോനെ? ബേക്കിൽ ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആശാരി ആരാണ്, എവിടുന്ന് വന്നതാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അന്നിത്തിരി സൗണ്ട് കുറക്കി. അപ്പം ഗൈസ് എന്നെ കാണണ്ട. ഗൈസ് ആശാരി ചേട്ടൻ, ആശാരി ചേട്ടാ, ആശാരി ചേട്ടാ. ഇതാണ് ഗൈസ് ആശാരി. ഈ ബാക്കിലെ ബോർഡ് ഇവൻ അടിച്ചു തരും. എനിക്ക് വലിയൊരു ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ് അതവൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ഫോക്കസ് ചെയ്യുക ഈ ബോർഡിനെയല്ല, ആ കാണുന്ന ആണിനെയാണ്. ആണി എത്രത്തോളം അടിച്ചിട്ട് തീർക്കണം എന്നുള്ള ഓനൊരു കണക്കുണ്ട്. അത്രമേൽ ആണി അടുപ്പിച്ചടിക്കും. ഞാൻ എന്നിട്ട് അവനോട് പറയലുണ്ട്, പിന്നെ അങ്ങനെ ഇതാക്കല്ലേ എന്ന് പറയുന്നു. കണ്ടില്ലേ ഞാനെന്നോ? അതെ, എന്തുകൊണ്ടാന്നറിയോ? കണ്ടില്ലേ എന്നോട് പറയുന്നു പറഞ്ഞത്. ഷെയ്മേഡ് അത് ഷർട്ട് ഇടാത്തോണ്ട് ഷെയ്മേഡ്. അപ്പൊ അങ്ങനെയാണ്. 3 ഫോട്ടോ ആണ്. പേപ്പറ്റിനെ പോലെ അല്ലല്ലോ. എടാ, നിനക്കിപ്പോ ആണി അടിച്ച് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? വല്ല ലക്ഷ്യം വന്നാ തളയ്ക്കാൻ പോവാ നിനക്ക്. പാലമ്മ കൊണ്ട് ചാണി പിടിക്കുക. ഇന്ന് 3 ഫോട്ടോ ആയിരുന്നു ഫ്രെയിം ചെയ്യാനുള്ളത്. ഒന്ന് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഇപ്പം ഇവൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല ഗൈസ്. അതെങ്ങനെങ്കിലും ഇനി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീർക്കണം ഗൈസ്. അതെനിക്ക് എങ്ങനെ നോക്കിയിട്ടും അങ്ങോട്ട് നീങ്ങിയില്ല, അതാണ് പ്രശ്നം. പിന്നെ ഗൈസ്, ഞാൻ മൂക്കുത്തി ചേഞ്ച് ഇട്ടു കേട്ടോ. അങ്ങനെ രസമുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. അണിയടി ആശാരിയുടെ വിശേഷം. നല്ല പേര്, അണിയടി ആശാരി. ഞാനായിരുന്നൊക്കെ ഉള്ളത് CBI അന്വേഷിച്ച് വരുന്നുണ്ട്. നീ പെട്ട്, നീ ചത്ത്. ഉമ്മച്ചിയാണോ ഉപ്പച്ചിയാണോ എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നീ ചത്ത്. ഷേടാ, അങ്ങനെ പറയല്ലേ. ഈ ഷൂസ് ഒക്കെ ഉള്ള സമയത്ത് നീ എവിടെയായിരുന്നു? നീ പിന്നെ കോടതിയിലൊക്കെ എന്റെ കൂടെ നീ വരികയായിരുന്നു അല്ലേ? ഉണ്ട്. എന്തേ പറയണ്ടേന്ന് വിചാരിച്ചിട്ടാടോ. ഭർത്താവിനെ ഒഴിവാക്കി കണ്ട ഓട്ടോറിക്ഷക്കാരനെ പോലെ അഞ്ഞാണം പോയി വിചാരിച്ചിട്ട് എല്ലാരും അങ്ങനെയാന്ന് ഓളെ തെറ്റാറിന. ഓളൊക്കെ നരകിച്ചാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. ഉള്ളതാണെങ്കിൽ ഓക്കെ,
ഓക്കെ, ഒന്നും ഉറപ്പാ. ഓക്കുള്ളതൊക്കെ ഓക്ക് കിട്ടാണ്ട് വേറെ ആർക്കും കിട്ടും. കിട്ടാണ്ട് വേറെ ആർക്കെങ്കിലും കിട്ടുന്നോ? ഓക്ക് വേണ്ടപ്പെട്ടെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. മുത്താശ്ശേരി മറ്റേ ഏത് സിനിമയിലാണ് ദിലീപ് ആശാരി ആയിട്ടുള്ളത്? സല്ലാപത്തില് ആശാരി പട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പോയി. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മൂക്കുത്തി അടിപൊളിയല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ.